ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൺ. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇന്ന് വന്നിട്ടുള്ളത് റൈസ് പേപ്പർ സെയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പോർഷൻ ആയിട്ടുള്ളത് റൈസ് പേപ്പർ കുതിർക്കുന്നതും അതുപോലെ തന്നെ അതിൽ കളർ കൊടുക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു മെയിൻ പോർഷൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ മിസ്സായിപ്പോയി, ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അതെനിക്ക് ഈ ഒരു പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിച്ചാൽ മതിയാകും. അപ്പം നമുക്ക് താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് റൈസ് പേപ്പറിൻ്റെ ആ ഒരു ഷീറ്റ് വരുന്ന ഒരു പാക്കറ്റ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. 340 ഗ്രാമാണ് ഈ ഒരു പാക്കറ്റിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിൻ്റെ സൈസ് വന്നിട്ട് 22 സെൻറ്റിമീറ്ററാണ്. നിങ്ങൾക്ക് പല സൈസിലും പല വെയിറ്റിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 345 രൂപയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് കുറച്ച് കട്ടിയുള്ള ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ ഈ കട്ടിയായിട്ട് ഇരിക്കുന്ന ഈ ഒരു ഷീറ്റ് നമുക്ക് എന്തായാലും ഡെക്കറേഷൻ എടുക്കാൻ പറ്റില്ല. ഇതിനെ ഒന്ന് കുതിർത്തിട്ട് പിന്നെ കളറൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് നോർമൽ വാട്ടർ എടുക്കുക, നമ്മുടെ സാധാരണ പൈപ്പ് വെള്ളം എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഏത് കളറാണോ അതൊന്ന് 1-2 ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതായത് നമുക്ക് റൈസ് പേപ്പറിന് എത്ര കളറാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കുക. അതിനുശേഷം ഈ ഒരു റൈസ് പേപ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിനോ ഇഷ്ടമുള്ള അളവിനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്ത് വയ്ക്കുക. ഡിപ്പ് ചെയ്ത് ഒരു 2-3 സെക്കൻഡ് ഒന്ന് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. ആ ഒരു സമയം നമ്മൾ അതിനെ എടുത്തിട്ട് ഇതുപോലുള്ള സിലിക്കോൺ മേറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സിലിക്കോൺ മാറ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ള രീതിക്കൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, ക്ലിപ്പൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാനത് ഇതുപോലെ ഈ ഒരു രീതിക്കാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഓവൻ യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് ഡ്രൈ ചെയ്യുന്നത്. ഇനി ഓവൻ ഇല്ലാത്തവർക്ക് ഓവർനൈറ്റ് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലും ഡ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സിലിക്കോൺ മാറ്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ യൂസ് ചെയ്തിട്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കുതിർത്തി എടുത്തിട്ടുള്ള ആ ഒരു റൈസ് പേപ്പർ എല്ലാം തന്നെ ഞാൻ സിലിക്കോൺ മാറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം എൻ്റെ ഓവൻ ഞാൻ 150 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ആദ്യം ഒരു 7 മിനിറ്റ് ഞാൻ വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നോക്കിയതിന് ശേഷം ഡ്രൈ ആയിട്ടില്ലെങ്കിൽ വീണ്ടും കുറച്ച് ടൈം കൂടെ വെച്ച് കൊടുക്കണം. അപ്പോൾ എന്തേ ഇവിടെ ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് 12 മിനിറ്റ് ആയപ്പോൾ എനിക്ക് നല്ലതുപോലെ ഈ ഒരു റൈസ് പേപ്പർ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ടെമ്പറേച്ചർ കൂട്ടി വെച്ചിട്ട് ഇത് ഡ്രൈ ആക്കരുത്. ഒരു മീഡിയം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം ഡ്രൈ ആക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങിപ്പോവും. അപ്പോൾ എൻ്റെ ഓവൻ മോർഫി റിച്ചാറിൻ്റെ 60 ലിറ്ററിൻ്റെ ഓവനാണ്. അപ്പോൾ അതിൽ ഒരു 150 ഡിഗ്രിയിൽ ഇടുമ്പോൾ തന്നെ കറക്റ്റ് എനിക്ക് ഡ്രൈ ആയി കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം തന്നെ ഡ്രൈ ആയി കിട്ടി. നമ്മളിതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഇളകി വരും, ഒട്ടിയൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് നമുക്കിതിൻ്റെ സൈഡിലൊക്കെ വേണമെങ്കിൽ ഗോൾഡൻ ഡസ്റ്റോ അല്ലെങ്കിൽ സിൽവർ ഡസ്റ്റോ ഒക്കെ കൊടുക്കാവുന്നതാണ്. അത് ഓരോന്നും നമ്മുടെ കേക്കിൻ്റെ തീം അനുസരിച്ചിട്ടും കളർ അനുസരിച്ചിട്ടൊക്കെ നമുക്ക് സിൽവർ ഡസ്റ്റും ഗോൾഡ് ഡസ്റ്റും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിന് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. അപ്പോൾ വേറൊരു കേക്കിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു റൈസ് പേപ്പർ സെയിൽ. അപ്പോൾ അതിന് കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അല്പം വാനില എസൻസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വേറെ നിങ്ങളുടെ കയ്യിൽ ഇവാപ്രെക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ റൈസ് പേപ്പർ സെയിലിൻ്റെ ആ ഒരു അറ്റത്തുള്ള ആ ഒരു പോർഷനിലൂടെ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്ത് കൊടുക്കാവുന്നതാണ്. സെൻറ്റർ പോർഷനിൽ ചെയ്ത് കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വൈറ്റ് കളറൊക്കെയാണ് നിങ്ങൾ റൈസ് പേപ്പർ സെയിൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഗോൾഡൻ ഡസ്റ്റും സിൽവർ ഡസ്റ്റൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതുപോലെ നമ്മുടെ കേക്ക് നല്ല എലഗൻ്റ് ആയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ഒരു റൈസ് പേപ്പറിൻ്റെ ഡെക്കറേഷൻ മാത്രം വെച്ചാൽ മതിയാവും. കേക്ക് നല്ല ലുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ എല്ലാ ബേക്കറി സപ്ലൈസ് കിട്ടുന്ന ഷോപ്പുകളിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സിംഗിൾ പീസായിട്ടും വാങ്ങാനായിട്ട് കിട്ടും, അതുപോലെ തന്നെ ഇത് ഫുൾ പാക്കറ്റായിട്ടും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡെക്കറേഷൻ ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിച്ചാൽ മതിയാകും, ഞാൻ റിപ്ലൈ തരാം.
അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൻ.